ഹലോ. അപ്പോൾ നമ്മൾ റമദാൻ മാസമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 30 ദിവസം ഒരു ഹദീസ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു ഹദീസ് വന്നിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് ഞാൻ പ്രതിഫലം നൽകുമെന്നുള്ളത്. ആ ഒരു ഹദീസിന് ഒരു ചെറിയൊരു വിവരണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, ആദമിൻ്റെ പുത്രൻ്റെ ഓരോ പ്രവൃത്തിക്കും 10 ഇരട്ടി പ്രതിഫലം ലഭിക്കും, 700 വരെ. അള്ളാഹു പറയുന്നു, നോമ്പൊഴികെ, കാരണം അത് എനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രതിഫലം നൽകും. കാരണം അവൻ തൻ്റെ ആഗ്രഹവും ഭക്ഷണവും എനിക്ക് വേണ്ടി ഉപേക്ഷിക്കുന്നു. നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ഒന്ന് അവൻ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷവും മറ്റൊന്ന് അവൻ തൻ്റെ നാഥനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷവും. അവൻ്റെ വായിൽ നിന്നുള്ള ഗന്ധം അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയുടെ സുഗന്ധത്തേക്കാൾ നല്ലതാണ് എന്ന് 1151 സൂക്തത്തിലുള്ള ഹദീസിലുള്ളതാണ് കേട്ടോ. ഉപവാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ എന്ന് പറയുമ്പോൾ ഈ ഹദീസ് നോമ്പിൻ്റെ ശ്രേഷ്ഠതയിലേക്കും അള്ളാഹുവിങ്കൽ അതിനുള്ള സ്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. നോമ്പിൻ്റെ നിരവധി ഗുണങ്ങളിൽ 4 ഈ ഹദീസിൽ പരാമർശിക്കുന്നുണ്ട്. നോമ്പെടുക്കുന്നവർക്ക് അവരുടെ പ്രതിഫലം കണക്കില്ലാതെ നൽകും. എല്ലാ നന്മകൾക്കും 10നും 700നും ഇടയിൽ ഇരട്ടി പ്രതിഫലം ലഭിക്കും. നോമ്പൊഴികെ, കാരണം അതിൻ്റെ പ്രതിഫലം ഈ സംഖ്യകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് അള്ളാഹുവിന് അതിന് വളരെയധികം വർദ്ധിപ്പിക്കും. കാരണം നോമ്പ് സബറിൻ്റെ ഭാഗമാണ്. അള്ളാഹു പറയുന്നു, ക്ഷമയുള്ളവർക്ക് മാത്രമേ അവരുടെ പ്രതിഫലം കണക്ക് നോക്കാതെ പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അൽ ഔസായി പറഞ്ഞു, അത് തൂക്കുകയോ അളക്കുകയോ ചെയ്യില്ല, പകരം അത് സമൃദ്ധമായി കോരി എടുക്കപ്പെടും. അള്ളാഹു നോമ്പിനെ മറ്റെല്ലാ പ്രവൃത്തികളുമായും ബന്ധിപ്പിച്ചിട്ടില്ല. അത് തന്നോട് തന്നെ ബന്ധിപ്പിച്ചിരിക്കുന്നു. അതാണ് മതിയായ ആദരവ്. കാരണം അള്ളാഹുവിന് ഏറ്റവും നന്നായി അറിയാം. കാരണം നോമ്പ് മുഴുവൻ ദിവസം നീണ്ടു നിൽക്കുന്നു. അതിനാൽ നോമ്പുകാരന് തൻ്റെ ആഗ്രഹം നഷ്ടപ്പെടാതിരിക്കാൻ തോന്നും.